എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വലിയ ഷീൻ ഹോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഷീൻ ഹോളിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് 8 ഡ്രസ്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചിട്ടുള്ള ഷീൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ എല്ലാം ബ്രാൻഡ് വ്യത്യാസമാണ്. അപ്പോൾ ഷീനിലുള്ള ഷോപ്പുകളാണ്. അപ്പോൾ ഓരോ ഡ്രസ്സും ഏതാണ് ബ്രാൻഡ് എന്ന് ഞാൻ ഇവിടെ താഴെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. സോ ഫസ്റ്റ് വണ്ടി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും. ഈ ഒരു ഡ്രസ്സ് ഇത് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. ദെൻ ഞാൻ ഇതിൻ്റെ റീല് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സ്. ഞാനിത് ഓൾറെഡി ഒരുപാട് തവണ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതൊരു നിറ്റഡ് വെയർ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് ഭയങ്കര നമ്മൾ അടുത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്നർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സ്റ്റൈലിഷ് ലുക്കുണ്ട് ഒരു ഡ്രസ്സാണ്. അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഇത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി വാങ്ങിച്ചോളൂ. പിന്നെ ഇത് ഡേസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അതിൽ ഞാൻ ഒരുപാട് ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട് ഡേസീൻ്റെ. കാരണം ഫ്ലോറൽ ആയിക്കോട്ടെ, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഡേസി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഡ്രസ്സാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇത് ഫ്രീ ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാനിവിടെ കൊടുക്കാം പേര്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രിൻ്റ് കണ്ടോ. പ്രിൻ്റ് മീൻസ് ഇങ്ങനെ ചെറിയൊരു ഭയങ്കര സെറ്റിലായൊരു പ്രിൻ്റാണ്. ഭയങ്കര ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കളറല്ല, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന, അതായത് നമുക്ക് ഇപ്പോൾ ലൂസായിട്ടുണ്ടെങ്കിൽ ലൂസായിട്ട് ഇടാം, ഒന്ന് ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അതിനൊക്കെ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിന് രണ്ട് സൈഡിലായിട്ട് ഈ അരേൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഭവം ഇതിങ്ങനെ നിൽക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഇത് രണ്ട് സൈഡിലും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. അതിലും നല്ലത് ഒരു ക്ലോത്തിൻ്റെ ബെൽറ്റ് എന്തെങ്കിലും കൊടുക്കുകയായിരുന്നു ശരിക്കും നല്ലത്. ഇത് അവരൊരു സ്റ്റൈലിന് വേണ്ടി കൊടുത്താണ്, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കേട്ടോ. പക്ഷേ ഡ്രസ്സ് അടിപൊളിയാണ്. ഇതും ഞാൻ ഒരുപാട് തവണ ഇട്ടു. കാരണം നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുത്തിട്ടിട്ട് വേഗം ചാടി കയറി പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതും. ഇനി അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ കുത്തുന്ന കളേഴ്സൊന്നും ഇഷ്ടമല്ല, ലൈറ്റ് കളേഴ്സിനോട് ഇഷ്ടമുണ്ട് ഒരുപാട് പേരുണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത്, പേസ്റ്റൽ ഷെയ്ഡ്സാണ്. അത് മാത്രമല്ല പ്രിൻ്റ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. കുറച്ച് വലിയ പ്രിൻ്റാണ്, അത് നല്ല ഭംഗിയിലുണ്ട് പ്രിൻ്റാണ് വന്നിട്ടുണ്ട്. ഇതൊരു കോട്ടൺ പോലത്തെ മെറ്റീരിയലാണ്, നല്ല സുഖമുണ്ട് കേട്ടോ ഇടാൻ. പിന്നെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നതൊക്കെ മീഡിയം തന്നെയാണ്. അതിലൊരു 2 ഡ്രസ്സ് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ മീഡിയത്തിന് പകരം സ്മോൾ എടുത്തു പോയി, അതെനിക്ക് കൊള്ളുന്നില്ല. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് എല്ലാം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് വലിയ ഡ്രസ്സുകളായിരുന്നു, പക്ഷെ ഇതിലെല്ലാം തന്നെ കറക്റ്റ് സൈസിലുള്ള ഡ്രസ്സുകളാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ കൂടുതലും കുറവൊന്നുമില്ല. ഇതൊക്കെ ഞാൻ മീഡിയം തന്നെയാണ് എടുത്തിട്ടുള്ളത്, കറക്റ്റാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട്. ഞാൻ ഇതിലേക്കൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുണ്ട് ഷോളാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതല്ല ഷോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഇടാം, അങ്ങനത്തെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് ഷാൾ. ഇതിൽ ഒരുപാട് ഡ്രസ്സസ് കാണിക്കാനുള്ളത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത് ഈ ഒരു ചെക്ക്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ടുണ്ടതാണ്, ഒരിക്കലും ഫീൽഡ് ഔട്ട് ആവാത്തൊരു ഡ്രസ്സാണിത്. നമുക്ക് ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങി വെക്കാം. കാരണം അത് എല്ലാ കാലത്തും ഇത് ട്രെൻഡാണ്. ഇതൊരിക്കലും ഈ ഒരു ട്രെൻഡ് പോവാറില്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെക്കിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. അതായത് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആട്ടോ. അപ്പോൾ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം, കാരണം കംപ്ലീറ്റ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഈ ഡ്രസ്സും. ഇതിൻ്റെ ഈ ആ ഒരു ഷേപ്പ്, ഇത് സാധാ നമ്മളെ ഒരു മാക്സി ഡ്രസ് പോലെയല്ല ഇതിൻ്റെ ഒരു കട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ബോ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം, നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സൈസ് സെയിം മീഡിയം തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലാണ്, കുറച്ചൊക്കെ ഒരു കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ഇനി അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതെനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല, കാരണം ഇതൊരു പോളിസ്റ്റർ പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇപ്പോൾ ഇവിടെ ചൂടായി തുടങ്ങി, അപ്പോൾ ചൂടത്ത് നമുക്ക് ഇടാൻ അത്ര വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് ഇത്. ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് കണ്ട് ആ ഒരു ഭംഗി കൊണ്ട് എടുത്തതാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ താഴെയുള്ള ഈ സംഭവമല്ലേ, ഇത് കയ്യിനുണ്ട് എന്നാണ് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേ സാധനം കിട്ടിയപ്പോൾ കയ്യിന് ആ ഒരു ഫ്രിൽസ് വന്നിട്ടില്ല. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്.
ജസ്റ്റ് ഒരു കെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനാണെങ്കിൽ നമ്മളൊരു ഇത് പറയുമ്പോൾ കൈയൊക്കെ ഫുൾ സ്ലീവ് ഉണ്ട്, എന്നാലും നമ്മൾ ഒരു ഇന്നർ ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ് വന്നതുകൊണ്ട് ടോട്ടലി ഇതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇത് നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, കാരണം എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല ഇതിനെ പറ്റിയിട്ട്. ഒന്നാമത് ഇതിൻ്റെ മോഡലുകൊണ്ട് തന്നെ സ്റ്റൈല് അങ്ങനെ ഓപ്പൺ ആണ്, പിന്നെ അതേപോലെ ചൂടത്തും അത്ര കംഫർട്ടബിൾ ആവില്ല ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യൂല. ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ലേ, അടുത്ത 2 ഡ്രസ്സുകൾ, അതായത് ഇത് രണ്ടും നല്ല അടിപൊളി ഡ്രസ്സസ്സാണ്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി, സൈസ് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇട്ടിട്ട് കാണിക്കാൻ വയ്യ, കാരണം നല്ല ടൈറ്റാണ്. അപ്പോൾ ഇട്ടിട്ട് കാണിച്ചാൽ ഭയങ്കര ബോറായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം, ഞാനിങ്ങനെ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ. നല്ല ഭംഗിയുണ്ട്, ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിനൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഈ ഒരു ആ ഒരു കട്ടിങ് നമ്മുടെ നോർമൽ മാക്സി ഡ്രസ്സ് പോലെയല്ല വന്നിട്ടുണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എടുത്താണ്. ഇതിൻ്റെ താഴേക്കൊക്കെ നല്ല ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലീറ്റ്സ് ഇട്ടോ, നല്ല ലുക്ക് ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് എനിക്ക് റിട്ടേൺ ചെയ്തിട്ട് എൻ്റെ കറക്റ്റ് സൈസ് തന്നെ വാങ്ങേണ്ടി വരും, അല്ലാണ്ട് ഇത് കൊള്ളൂല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും വാങ്ങുമ്പോൾ സൈസ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചതെല്ലാം തന്നെ മാക്സി ഡ്രസ്സസുകളായിരുന്നു. ഒരെണ്ണം കൂടെ ഉണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്. ഇത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്, ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിലേക്കൊരു ക്ലോത്തിൻ്റെ ബെൽറ്റ് വരുന്നുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല, എനിക്കിങ്ങനെ ലൂസായി കിടക്കുന്ന ടൈപ്പാണ് ഇഷ്ടം. ഇതിൻ്റെ സ്ലീവ് കണ്ടോ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൂസായിട്ട് വരുന്ന ഒരു ബാറ്റ് സ്ലീവ് പോലത്തെ മോഡലാണ്. പിന്നെ ഇതിന് സ്ലീവ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, സോ നമ്മൾ ഉള്ളിലൊരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഞാനൊരു സ്കിൻ കളർ ഇന്നർ ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ, ഇതുവരെ ഞാൻ കാണിച്ചതെല്ലാം കുറച്ച് ലോങ് ആയിട്ടുണ്ട്, ടോപ്സ് മാക്സി ഡ്രസ്സസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നല്ലോ. എന്നാൽ ഇനി ഒരു 2 പീസാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും എൻ്റെ കയ്യിൽ സൈസ് ചെറുതായി ഒന്ന് പാളിപ്പോയതാണ്, സ്മോളായിപ്പോയി, അപ്പോൾ എനിക്ക് കൊള്ളുന്നില്ല, അതുകൊണ്ട് ഇട്ട് കാണിക്കാൻ വഴിയില്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് ഇട്ടിട്ട്. നല്ല അടിപൊളി മെറ്റീരിയൽ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ്, ഇത് ഡെയ്സി എന്നുണ്ട് ബ്രാൻഡ് തന്നെയാണ്. ഇതുണ്ട്, ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ്. ഇതൊക്കെ ഒരു ക്ലോത്തിൻ്റെ ബെൽറ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു കട്ടന് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ക്ലോത്ത്, സോഫ്റ്റ് ഷിഫോൺ പോലത്തെ ഒരു ക്ലോത്താണിത്. അതേപോലെ തന്നെ കളറ് ഒരു ആഷ് കളറും അല്ല ലാവൻഡറും അല്ല, അതിൻ്റെ ഇടയിൽ വരുന്നൊരു ഷെയ്ഡാണ്. പിന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പാൻസ് ആണെങ്കിലും നല്ല ഫ്ലെയർഡ് ആയിട്ടുണ്ട്, ഒരു എന്താ പറയുക പലാസോ ടൈപ്പ്, അങ്ങനത്തെ ഫ്ലെയർഡ് ആയിട്ടുണ്ട് ടൈപ്പ്. അതിന് പോക്കറ്റ്സ് ഉണ്ട് 2 ഭാഗത്തും. പിന്നെ ഇതേപോലെ ഹാഫ് ലൈനിങ് വന്നിട്ടുണ്ട്, ഫുള്ള് ലൈനിങ് ഇല്ല, ഹാഫ് ലൈനിങ് ഉണ്ട്. പക്ഷെ അത്ര ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു ക്ലോത്ത് അല്ല ഇത്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കൊള്ളട്ടും, നല്ല സൂപ്പർ 2 പീസ് സെറ്റാണിത്. അപ്പോൾ ഇത്രയാണ് എൻ്റെത്. ടോട്ടൽ 8 ഔട്ട്ഫിറ്റ്സ് ഞാനിതിൽ കാണിച്ചു. പെരുന്നാൾ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. ഓർഡർ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാൻ, നമുക്ക് പെരുന്നാളാകുമ്പോഴത്തേന് ടെൻഷൻ ഇല്ലാതെ സാധനം കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ബൈ.